ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നിലമ്പൂരിലേക്കാണ് കണ്ണുകളെല്ലാം. എന്താണ് പ്രതീക്ഷ? ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. വോട്ടിംഗ് നടക്കും. പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണി അടിക്കുമെന്ന് പറഞ്ഞത് അടിച്ചിരിക്കും. അത്രയിൽ പറയാനുള്ളൂ. ജനങ്ങൾ അതിനെ കാത്തിരിക്കണം. ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ അതിൽ. ആത്മവിശ്വാസക്കേടിൻ്റെ ഒരു സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് 2000 കോടിയുടെ വികസനം നടത്തി, അതുമായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന്. ആ വികസനവുമായിട്ട് അവർ വരുമ്പോൾ അറിയാം അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട്. 70% ഫോറസ്റ്റാണ് നിലമ്പൂരിൽ. ഓരോ ദിവസവും ആളുകൾ ആക്രമിക്കപ്പെടുന്നു, ആഴ്ചയിൽ ഒരാൾ മരണപ്പെടുന്നു, കാർഷിക മേഖല ആകെ തകർന്നിരിക്കുന്നു, ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്നു. അവിടെ ഉണ്ടായ പ്രളയങ്ങളിലെ പ്രതിസന്ധികൾ പലതും മറികടക്കാൻ കഴിയാതെ പോകുന്നു. അവിടുത്തെ സ്വാഭാവികമായിട്ടും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ്, കുടുംബാധിപത്യ രാഷ്ട്രീയമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരുമോനിസമാണ്. കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു പാർട്ടിയെയും ഒരു കുടുംബത്തിൻ്റെ കാൽച്ചുവട്ടിൽ അടച്ചിരുത്തി ചവിട്ടിമതിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും കേരളത്തിലെ ജനതയോടൊപ്പം പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്താണ് ഇത്ര ആത്മവിശ്വാസം ചോദിക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന എല്ലാ 256 ബൂത്തിലെയും ആദ്യത്തെ വോട്ട് ചെയ്യാൻ അവിടെ ധൃതി പിടിച്ചെത്തുന്നവർ കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമായിരിക്കും. UDF പ്രവർത്തകർ അതിൻ്റെ പിന്നിലേ ഉണ്ടാവുള്ളൂ. അത്ര വലിയ വാശിയിലാണ് കേരളത്തിലെ സഖാക്കൾ നിൽക്കുന്നത്. ആ അനുഭവത്തിലാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിണറായിസം എന്താണ് എന്ന് വിസ്തരിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഒരു നിലപാടും ആ കാര്യത്തിലില്ല. പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. നിരുപാധിക പിന്തുണയാണ്. അവിടെ UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് UDFൻ്റെ സ്ഥാനാർത്ഥിയല്ല. ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ആ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. മാത്രമല്ല, നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. 2026 ഈ ജനദ്രോഹ ഗവൺമെൻറ് തിരിച്ചു വരുമെന്ന നരേഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വരും എന്ന് വരുത്തി തീർക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടു, മിനിയാന്നാണ് 4ാം വാർഷികം. അമ്മായിയപ്പനും മരുമകനും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷകരമായി കൈമാറുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കേക്ക് മുറിക്കൽ ഇവിടെ നടക്കുമ്പോഴാണ് പാവപ്പെട്ട ആശാ തൊഴിലാളികൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച പട്ടിണി ജാഥ കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു 100 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത തൊഴിലാളി വർഗ ഗവൺമെൻറ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിത്ത ഗവൺമെൻറ് കേരളത്തിൽ ഇവിടെ അടക്കി വാഴുകയാണ്. അതിനെതിരെയുള്ള പ്രതികരണമില്ലാതിരിക്കുമോ? അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി വരാനിരിക്കുന്ന 2026 ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ജനവിധിയായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരിക. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. അതവർ നിറവേറ്റും. വലിയ ഭൂരിപക്ഷത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ച് കയറും. ഞാൻ പറഞ്ഞില്ല, ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞില്ല, ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ 3.5 കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രസക്തിയില്ല. അത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി. ആ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളും ഈ പറയുന്ന പിണറായിയും മരുമകനും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ അതിൻ്റെ നേർചിത്രം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വരും. UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനവട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവർ ബന്ധപ്പെടുകയോ അഭിപ്രായം തേടുകയോ ചെയ്തിട്ടില്ല? അങ്ങനത്തെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. 2ാം ഘട്ടം ചോദിച്ചപ്പോഴും നമ്മൾ തീർത്ത് പറഞ്ഞതാണ്, നിങ്ങൾക്കത് തീരുമാനിക്കാം, അതിൻ്റെ റൈറ്റ് നിങ്ങൾക്കുണ്ട്, അതവർ തീരുമാനിക്കും.